ഗുഡ് മോർണിംഗ് ഡേ. ഇതാണ് നത്തിങ് ഫോൺ 1. ഗംഭീര അൺബോക്സിംഗ് ഒക്കെ ചെയ്തതാണ്. ആ ബാക്കിൽ കാണാൻ പറ്റും. ഈ ഈ കോപ്പിലെ വയറ് മൈക്കിൽ കുത്തിയിരിക്കുകയായിരുന്നു. സൗണ്ട് ഇല്ല, സൗണ്ട് പോയി ഗൈസ്, പുല്ല്. അപ്പോൾ ഇതാണടേ ഫോൺ. ഇത് നല്ല രീതിയിലൊക്കെ ഞാൻ അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നടേ. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്താൽ കണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നത് പോലെ. അതാ ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇൻ്റർഫേസ് ഒക്കെ സൂപ്പറാണ്. നല്ല നല്ല സംഭവം നല്ലൊരു രക്ഷയില്ല കേട്ടോ. സ്മൂത്ത് ആൻഡ് ബട്ടറി സ്മൂത്ത് നമ്മൾ പറയില്ല, അതാണ്. 120 Hz ഇങ്ങനെ ഒഴുകുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ബ്ലോട്ട് വെയർ ഇല്ല, ആഡ്സ് ഇല്ല, ഗംഭീരം. പിന്നെ ഈ കൂതറ സാധനം അത് പിന്നെ എല്ലാത്തിലും വരും. പിന്നെ ഗൂഗിൾ ഡയലറാണ് വരുന്നത്. റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ എന്തരേ മറ്റേ സാധനം ലൈറ്റ് കത്തൽ പരിപാടി. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ മറ്റേ സാധനമാണ് ഗ്ലിഫ് ഇൻ്റർഫേസ് എടുക്കുന്നു. മറ്റേ റിംഗ് ടോൺ എടുക്കുന്നു. കൊള്ളാം. ഈ ലൈറ്റ് കത്തൽ പരിപാടി സത്യം പറഞ്ഞാൽ ഒരാഴ്ച നമുക്ക് നാട്ടുകാർ നോക്കുമ്പോൾ ലൈറ്റൊക്കെ കത്തുമ്പോൾ എന്നൊക്കെ നോക്കും, അതിന് വേണ്ടിയാണ്. പിന്നെ അവര് ഒരാഴ്ചയാണ് ഈ ആൾക്കാർ മറ്റെന്തോന്നും നമ്മൾ കമത്തി. ആരാണ് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോയാൽ ഒരു സ്ഥലത്ത് പോവുകയാണ്. നിങ്ങൾ ആദ്യം ചെയ്യാൻ വന്ന് പുതിയ ഫോൺ കിട്ടുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കും. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇവിടെ അങ്ങ് വെക്കും. എന്നിട്ട് ഇത് ഇങ്ങനെയായിരിക്കും ഫോൺ വെക്കണം. നമ്മളങ്ങനെയാണ് പഴകിയത്. ആരാണ് ഇങ്ങനെ കമത്തി വയ്ക്കാൻ പോണത്? കമത്തി വയ്ക്കുമ്പോൾ ലൈറ്റ് അടിക്കണ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ കോൺടാക്ട്സിന്, നമ്മുടെ ലവറാണെങ്കിൽ അവര് സ്പെഷ്യൽ റിംഗ് ടോൺ, ഉമ്മാക്കാണെങ്കിൽ സ്പെഷ്യൽ റിംഗ് ടോൺ, മാമനാണെങ്കിൽ വേറെ റിംഗ് ടോൺ, പാരകൾക്കാണെങ്കിൽ വേറെ റിംഗ് ടോൺ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ഈ പാറ്റേൺ നോക്കി പഠിക്കണം. ഇത് അവനാണ് കേട്ടോ വിളിക്കണത്. അതിനേം കാട്ടിയും നല്ലത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പാര, അല്ലെങ്കിൽ എൻ്റെ തങ്കം, അല്ലെങ്കിൽ വാവ, ബേബി, മമ്മി, ടെറർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. സോ യൂസ് ദ സ്ക്രീൻ. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വരുന്നത്, നമ്മൾ പുറത്താണ്, ഫോൺ വരുന്ന സമയത്ത് ഇങ്ങനെ ടൊട്ടൊട്ടൊട്ടൊക്കെ ലൈറ്റൊക്കെ കത്തുമ്പോൾ എല്ലാവരും ഇത് ഫോണടായി. അത് തന്നെയാണ് നത്തിങ്ങിനും വേണ്ടിയത്. അതായത് അവരെ ബ്രില്യൻ മാർക്കറ്റിംഗ് സ്കിൽസാണ് ഈ പറയുന്ന ലൈറ്റ്. ഈ ലൈറ്റ് അടിക്കുന്ന പറയുമ്പോൾ നമ്മളൊരു ചോദ്യം, ഇത് ഏത് ഫോൺ? ആ ചോദ്യമാണ് മെയിൻ. അതേത് ഫോൺ? അപ്പോൾ നമ്മൾ പറയും നത്തിങ്. അപ്പോൾ നത്തിങ് അതെന്തോ സാധനം? അവിടെ ഒരു പുതിയ ബ്രാൻഡാണ്. അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. ഒറ്റ നോട്ടത്തിൽ ഐഫോൺ നിന്ന നിപ്പിൽ എൻ്റെ ഉമ്മ വിചാരിച്ചു ഐഫോൺ ഇങ്ങനെ ഒരു ഫോൺ ഇറങ്ങിയോ. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നത്തിങ്. നല്ല കാര്യം. ഇത് ഐഫോണിനെ കാട്ടിലും കൊള്ളാം. ബാക്കിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ. പുള്ളിക്കാരി ഫാനായി. പുള്ളിക്കാരി ഇപ്പം ഇനി എൻ്റെ പുറകെ ആയിരിക്കും ഈ ഫോൺ വേണ്ടി. ബിക്കോസ് പുള്ളിക്കാരിക്ക് നോട്ട് ട്വീറ്റി വെറുത്ത്. അപ്പോൾ പിന്നെ ഞാൻ ഈ പവർ ബട്ടണൊക്കെ ഐഫോൺ തന്നെയാണ്. ഈ പവർ ബട്ടൺ, ഇവിടെ ഉള്ള വോളിയം ഐഫോൺ. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വൈബ്രേഷൻ സൂപ്പർ കിട്ടില്ല ഹാപ്റ്റിക്. പിന്നെ എല്ലാവരും പറഞ്ഞ് മടത്ത സാധനം തന്നെ. മറ്റേ മടക്കിയാണ് മറ്റേ സ്ക്രീൻ വെച്ചേക്കണം. മറ്റേ ഐഫോണിൻ്റെ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. OLED പാനലിനെ വളച്ചാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മറ്റേ ചിഹ്നം വരും, താടി. ബാക്കിയുള്ള ഫോണിനൊക്കെ ഒരു വലിയ താടി ഉണ്ടല്ലേ, ആ സാധനം ഇവിടെ ഇല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അവർ മെയിനായിട്ടൊരു പ്രീമിയം ലുക്കാണ് തന്നേക്കുന്നത്. പിന്നെ ഇൻഹാൻഡ് ഫീല് ഗംഭീരമാണ് ഫോൺ. ഗംഭീരം എന്ന് പറഞ്ഞാൽ പ്യുവർ സോളിഡ് ഫീലാണ് വരുന്നത്. കയ്യിൽ നമുക്കത് ഒരു ചീപ്പ് ഫോണാണ് കൈ പിടിച്ചേക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങേ വരത്തില്ല ഇതിന്. അതാണ് സത്യം പറഞ്ഞ ഈ പ്രൈസിങ്, ഇത്ര ഹെവി പ്രൈസിങ് വെച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ഇൻഹാൻഡ് ഫീല് ഗംഭീരമാണ്. അതായത് ഒരു OnePlusൻ്റെ പ്ലാസ്റ്റിക് ബാക്കോ അങ്ങനെയൊന്നും അല്ല. ഇത് ഗ്ലാസ് ബാക്കാണ് വരുന്നത്. അതിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജർ പെട്ടി വരില്ല. അത് പിന്നെ അറിയാമല്ലോ, അതാണ് ഫ്യൂച്ചർ. ദാറ്റ് ഇസ് ദ ഫ്യൂച്ചർ ടെക് ഗൈസ്. പെട്ടിയിൽ ചാർജർ വരത്തില്ല. ഇൻ 2 years ഓഫ് ടൈം ഓരോ ആൾക്കാരും ഇത് കുറയ്ക്കും. ഇപ്പം തന്നെ 80 വാട്ടും 150 വാട്ടൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലോ. അവന്മാർ ഇതിങ്ങനെ തരുന്നത് നമ്മൾ അതിലോട്ട് ഇത് ചെയ്യാണ്. ഒരു 150 വാട്ടിൽ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് കിട്ടുകയല്ലേ. നിപ്പിൽ അത് എടുത്ത് കളഞ്ഞാൽ എന്ത് പറ്റും? എന്ത് ചെയ്യും? നമ്മളും പോയി വാങ്ങിക്കും ഇല്ലേ. നമുക്ക് മറ്റേതിലോട്ട് പറ്റൂല. നമുക്ക് പിന്നെ പട്ടി ചാർജർ നമ്മൾ 1000 രൂപയ്ക്ക് കൊടുത്തിട്ട് 30 വാട്ടിൻ്റെ 20 വാട്ടിൻ്റെ ചാർജർ വാങ്ങിക്കൂ.
അവർ പറയണ പ്രൈസിന് നമ്മൾ 150 200 വാങ്ങിക്കും. അതാണ് പ്ലേ. ആ പ്ലേ ആണ്, മനസ്സിലായി? അത് ഒരു 2 വർഷത്തിലാകുമ്പോൾ അതും കഴിയും. അപ്പോൾ ഇവന്മാർ ചാർജർ തരുന്നില്ല. പിന്നെ അത്യാവശ്യം ലൗഡാണ്. ആ മോളിൽ നിന്ന് വരുന്നത് കുറവാണ്. ഈ ബാക്ക് സ്പീക്കറിൽ നിന്നാണ് മെയിൻ. ബട്ട് അത്യാവശ്യം ലൗഡ് തന്നെയാണ്. മറ്റേ റിംഗ് ടോണിന് ഒരു പ്രത്യേക ലൗഡാണ്. റിംഗ് ടോൺ ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ആ റിംഗ് ടോൺസിന് ഒരു എക്സ്ട്രാ ലൗഡുണ്ട്. സോ ഇറ്റ്സ് നൈസ്. ആക്ച്വലി ദിസ് ഈസ് വെരി നൈസ്. ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലൊക്കെ നോക്കും. എന്ത് സ്മൂത്തടേ, എന്തൊരു ഫീലടേ. നല്ല ബ്രൈറ്റ് സ്ക്രീനാണ്. സ്ക്രീനും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്. ഐ വുഡൻ സേ ഈ ഫോൺ ഇസ് വേ ബെറ്റർ ദാൻ നോഡ് 2T. പിന്നെ ഇതിനെ വെല്ലാം പിന്നെ ഉള്ളത് ആ 30,000 നിയോ 6ഉം ഇനി ഇറങ്ങാൻ പോകുന്ന റിയൽമി GT മറ്റേ 3T അതൊക്കെയാണ്. ബിക്കോസ് സ്നാപ്ഡ്രാഗൺ 800 സീരീസിൻ്റെ അത്ര വരത്തില്ല ഒരിക്കലും 778G+. പിന്നെ ഞാൻ നോക്കട്ടെ, ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഒരു ഡീറ്റെയിൽ. പിന്നെ ക്യാമറ അതൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ബോക്സ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മേടിച്ചത് മറ്റേ ഡിസ്കൗണ്ടഡ് രീതിയിലൊക്കെ 30,000 രൂപയ്ക്കാണ്. 128 GB 8 GB റാമിൻ്റെ വെർഷനാണ്. ഫോർ ദാറ്റ് പ്രൈസിങ് ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ്. ഇതിന് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഓവർ പ്രൈസാണ്, ചാർജർ ഇല്ല. ബട്ട് വെൻ യു യൂസ് ദ ഫോൺ ഒപ്പീനിയൻ മാറും. പുതിയ ഫോണാണ്. അപ്പോൾ ഇതിലിനി എന്തൊക്കെ പ്രശ്നം വരണമെന്നൊക്കെ നമുക്കിനി യൂസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരുപാട് പേര് ഗ്രീൻ ടിൻ ഇഷ്യൂസ് വരുന്നുണ്ട്. ക്വാളിറ്റി ചെക്ക് നത്തിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ എൻ്റെ ഡിവൈസിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ കളർ കാലിബ്രേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രീൻ ടിൻറ്റോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പം ഡെഡ് പിക്സൽസ് ഉണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതുവരെ ഇല്ല. നോക്കാം, പോകപ്പോവേ പ്രശ്നമുണ്ടെങ്കിൽ പറയാടേ. പ്രോപ്പറായിട്ട് ഒരു 10 ദിവസം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ നല്ല അത്യാവശ്യം തിക്ക് ബെസൽസ് ആണ് വരുന്നത്. അതായത് ഇവിടെ നല്ല ബെസലാണ്. അല്ലാതെ മറ്റേ ഫുള്ളി നമുക്കൊരു S22+ കിട്ടുന്ന ആ ഒരു വീലൊന്നും ഇല്ല കേട്ടോ. S22+ വേറെ ലെവലാണ്. അവനും കണ്ട അവിടെ ഇവിടെ ഒരു ബോർഡർ കറുത്തിരിക്കണം കേട്ടോ. എന്നാൽ അണ്ണൻ്റെ സാധനം നോക്കണം. അണ്ണൻ അവിടെ ഇല്ല. സ്ലിം ബെസലാണ്, ബെസലാണ്. S22 ഞാൻ 80,000 രൂപ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇവന്മാർ ആ സ്ലിം സാധനം അത് ചെയ്യാൻ പാടാണ്. സ്ക്രീൻ പക്ഷേ ബാറ്ററിയും ഹീറ്റിങ്ങും തലൈവർ വേറെ ലെവൽ. പിന്നെ ഇപ്പോൾ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാർ എല്ലാ മാസവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുന്നുണ്ട്. ഈ കൊണ എന്തിനാണ് തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വിറവൽ വീഡിയോ എടുത്തൊരു നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റക്കാവും. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു ഗ്ലിച്ചായിരിക്കും ചിലപ്പോൾ. അത് നമ്മൾ റെക്കോർഡിങ്ങിൽ നോക്കുമ്പോൾ അത് കാണത്തില്ല. റെക്കോർഡിങ്ങിൽ ആ വിറവലുണ്ട്. പിന്നെ ബാക്ക് അടിക്കുമ്പോൾ ബാക്ക് പോവില്ല. ബഗ് ഫിക്സ് ഇനിയുണ്ട്. എല്ലാ മാസവും പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരണുണ്ട്. എന്തിനാണ് ഈ തരണേന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. ഫോണിൻ്റെ ബാറ്ററിക്ക് വലിയ ഒപ്റ്റിമൈസേഷൻ ഇല്ല. ഫോണിൻ്റെ ക്യാമറ ആപ്പ് എപ്പോൾ നോക്കിയാലും ക്രാക്കും ബഹളവും. സോറി. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ മാറിപ്പോയി. പ്രോപ്പർ റിവ്യൂ യൂസ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് ഗൈസ്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് Pixel 6 30-ാം തീയതി വരുന്നുണ്ട്. അൺബോക്സിങ് ആൻഡ് റിവ്യൂ ഓൺ ദ വേ. ശോകമായി പോയി. 44,000 രൂപ. കുഴപ്പമില്ല, എന്തിനായാലും നോക്കാം. നോഡ് 2T അല്ലേ? അതിന് റിവ്യൂ വേണോ അവിടെ? പറയാമില്ല. മുമ്പ് എത്രയും പെട്ടെന്ന് ആ ഫോൺ വിൽക്കാനാണ് പറയുന്നത്. ഇറ്റ്സ് ബോറിങ്. ഞാൻ പ്രോപ്പറായിട്ട് പറയാം. ശരി എന്നാൽ ബൈ.